പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ കേന്ദ്രം കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ എത്തുന്നത്. ഈ കേന്ദ്രങ്ങൾ കണ്ടെത്തുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പിടിക്കപ്പെടുന്നവരിലേറെയും ചെറുകിട കച്ചവടക്കാർ മാത്രം. ഇവർക്ക് മയക്കുമരുന്ന് ലഭ്യമാക്കുന്ന കേന്ദ്രം കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് മയക്കുമരുന്ന് വേട്ട പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി മയക്കുമരുന്ന് കേന്ദ്രങ്ങളും പ്രതികളെയുമാണ് കേരളത്തിൽ നിന്നും സമീപകാലത്ത് പിടികൂടിയത്. ഇവരിലേറെയും ചെറുകിട കച്ചവടക്കാർ മാത്രമായിരുന്നു. എന്നാൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്ന ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം മുൻപ് പോലീസ് നടത്തിയിരുന്നില്ല. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി ഇത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിനായി ഇതര സംസ്ഥാന സർക്കാരുകളോട് കേരള സംസ്ഥാന ഗവൺമെന്റ് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ഒരു മദ്യം മയക്കുമരുന്ന് നിരോധന സംഘടനയുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ മാസം MDMA കടത്തിൽ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് മയക്കുമരുന്ന് ലോബിയുടെ കേരളത്തിലെ സ്വാധീനം പോലീസ് മനസ്സിലാക്കിയത്. ഇതാണ് മയക്കുമരുന്നുകൾ എത്തുന്ന കേന്ദ്രം സംബന്ധിച്ച് പോലീസിന് സൂചന ലഭിച്ചതിനും കാരണം. സമീപകാലത്ത് ഇടുക്കി ശാന്തിഗ്രാമിൽ നിന്നും MDMAയുമായി യുവാവിനെ തങ്കമണി പോലീസ് പിടികൂടിയിരുന്നു. ഈ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മയക്കുമരുന്ന് എത്തിക്കുന്നത് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്നും ഇയാൾ കേരളത്തിന്റെ മൊത്തം കച്ചവടക്കാരനാണെന്നും ഞെട്ടിക്കുന്ന വിവരം പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് തങ്കമണി സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സുബിൻ തങ്കച്ചന്റെ അവസരോചിതമായ ഇടപെടലാണ് സംസ്ഥാന പ്രസിഡന്റിനെ കുടുക്കിയത്. ഇതോടുകൂടിയാണ് പോലീസ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന കേന്ദ്രങ്ങൾ സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയതും. MDMAയുമായി ബന്ധപ്പെട്ട സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചതിൽ പത്തനംതിട്ട ഉള്ള ഷാർഫിൻ സെബാസ്റ്റ്യനാണ് അതിന്റെ വിൽപ്പനക്കാരനായിരുന്നത്. അയാളെ ഞങ്ങൾ ഈ കേസിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് 8 കിലോ കഞ്ചാവ് അത് എറണാകുളം ഭാഗത്തു നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ഒരു ആളിന്റെ പേരും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിലും കർശനമായും അറസ്റ്റ് ഉണ്ടാകും. മുൻപ് വിദ്യാർത്ഥികളാണ് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ അധ്യാപകർ ഉൾപ്പെടെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവരും ഉൾപ്പെട്ടതോടുകൂടിയാണ് പോലീസ് മയക്കുമരുന്ന് കേന്ദ്രം കണ്ടെത്തുവാൻ ശ്രമം ആരംഭിച്ചത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.